നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ദഅവത്ത് ജീവിതത്തിൽ പ്രയാസത്തിൽ ഉത്തുംഗശൃംഗത്തിലേക്ക് എത്തുന്ന രംഗത്തിലേക്ക് എത്തിയപ്പോൾ മക്കം ഫതഹിന് വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുത്തു. അതാണ് നമുക്കറിയുന്നതായ ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി എന്തിനു വേണ്ടിയാണ്? അതിനെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവിച്ചിട്ട് മദീനയിലേക്ക് മടങ്ങി വന്നപ്പോഴാണ് സൂറത്തുൽ ഫതഹ് എന്ന ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ആയത്തും ആ സൂറത്തും ഇറങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്നിട്ട് മനസ്സിലാക്കാം, യഥാർത്ഥത്തിൽ നമുക്ക് മനപ്പാടമുള്ള പരിചയമുള്ള റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നാം കണ്ടതായ നുബുവത്തിന്റെ 8ാമത്തെ വർഷത്തിൽ സംഭവിച്ചതായ ഫതഹ് ഉണ്ടല്ലോ, ആ ഫതഹ് അല്ല ഈ സൂറത്തുൽ ഫതഹ് എന്നതായ ഫതഹിൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന ഫതഹ്. അതിനേക്കാളും മുമ്പ് ഉണ്ടായൊരു ഫതഹിലേക്കാണ് സൂചന. അതേതാണ്? ആ ഫതഹ് ഈ വലിയ ഫതഹ് ഉണ്ടാക്കാനുള്ളതായ കവാടം ഒരുക്കലായിരുന്നു. അതുകൊണ്ടാണ് മക്ക കാഫിരീങ്ങളെ 10 വർഷത്തിലേക്ക് ഒരു ഉടമ്പടി അവിടെ ഉണ്ടാക്കപ്പെട്ടു, എഗ്രിമെന്റ്. ആ എഗ്രിമെന്റിലൂടെ അവിടെ വള്ളിയില്ലാതെ കെട്ടിയിടൽ വന്നു. അവർക്ക് അനങ്ങാൻ പറ്റിയില്ല, അവർക്ക് പോരാടാൻ പറ്റിയില്ല, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ളതായ ഒരു എഗ്രിമെന്റ് നടത്തി വന്നു, ഹുദൈബിയ സന്ധി നടത്തി വന്നു. ശേഷം ഇവിടെയുള്ളതായ ഇതിന്റെ പരിസരത്തിൽ അഥവാ നാം ഇരിക്കുന്നതായ ഈ വിശുദ്ധ മദീന നബവിയ്യ എന്ന വിശുദ്ധ ഭൂമിയുടെ പരിസരത്തിലുള്ളതായ ശത്രുക്കളെയെല്ലാം പാഠം പഠിപ്പിച്ച് പേടിപ്പിച്ച് അവരെ ഇസ്ലാമിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി കൊടുത്ത് ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനം എത്രമാത്രം നന്മയാണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്നത് മനസ്സിലാക്കി ഇസ്ലാം ഉദ്ദേശിക്കുന്നത് രക്ഷയാണ്, സമത്വമാണ്, സമത്വ സുന്ദരമായ മതമാണ് ഇത്. ആരെയും ഇവിടെ ദ്രോഹിക്കാനോ ആരെയും ഇവിടെ ഭയപ്പെടുത്താനോ ആരെയും ഇവിടെ ആക്രമിക്കാനോ വന്ന മതമേ അല്ല. യുദ്ധം ചെയ്ത് ജനങ്ങളെ നശീകരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മതമേ അല്ല. വാളുകൊണ്ടല്ല ഈ മതം സ്ഥാപിക്കപ്പെട്ടത്. ജനങ്ങൾക്ക് നൽകേണ്ടതായ സഹിഷ്ണുതയും ശാന്തിയും സമാധാനവും ആത്മോത്കർഷതയും ആത്മാനുഭൂതിയും അനുഗ്രഹീത രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കാഴ്ചവെച്ചതായ വിശാലമായ അനുഗ്രഹത്തിന്റെ ജീവിതമാണ് ഇവിടെ ഇതിന്റെ പരിസരത്തിൽ കാഴ്ചവെച്ചത്. ഇവിടെ ഇതിന്റെ പരിസരത്തിൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചു വരുന്ന ആ കളമൊരുക്കി വരുന്ന ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ നിയമങ്ങളും വിധി ഫലക്കുകളും ഖുർആനും സുന്നത്തും നടപ്പാക്കാനുള്ള ചുറ്റുപാട് മദീനയിൽ ഉണ്ടാക്കുന്നതിന് വിലങ്ങ് തടിയായി തടസ്സമായി മദീനയുടെ പരിസരത്തിൽ ഖൈബറിലും അതിൻ്റെ ചുറ്റുപാടിലും അതുപോലെ തന്നെ നജിദിലും അതിൻ്റെ ചുറ്റുപാടിലും ആരെല്ലാം ഉണ്ടോ അവരെയെല്ലാം പാഠം പഠിപ്പിക്കുവാനും അവർ നിൽക്കുന്ന സ്ഥലത്ത് നിർത്തി അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് കുതിക്കാതിരിക്കുവാനും അവർക്ക് ഹിദായത്ത് എത്തിച്ചു കൊടുക്കുവാനും സന്മാർഗം എത്തിച്ചു കൊടുക്കുവാനും അവർക്ക് ഈ സത്യത്തിലേക്ക് വരാനുള്ളതായ വഴി തുറന്നു കൊടുക്കുവാനും ഉള്ളതായ ഒരു ചാൻസ് ആ ഫതഹ് കൊണ്ടുണ്ടായി. ഏത് ഫതഹ്? മക്ക റിപ്പബ്ലിക്കിന് മുമ്പുള്ള ഫതഹായ ഹുദൈബിയ സന്ധിയാകുന്ന ഫതഹിലൂടെ ഉണ്ടായി. അതുകൊണ്ട് ഹുദൈബിയ സന്ധി നടത്തിയതോടുകൂടി മക്ക കാഫിരീങ്ങൾ ഇനി യുദ്ധത്തിന് വേണ്ടി വരികയില്ല എന്ന് റസൂലിന് ഉറപ്പായി. അതോടുകൂടി ഈ നാട്ടിന്റെ പരിസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഫതഹായി കിട്ടി. ആ ഫതഹ് ആണ് യഥാർത്ഥത്തിൽ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഫതഹ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിലും അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിലൊക്കെ കാണാവുന്നതാണ് വിശദീകരണം. പറഞ്ഞു വരുന്നത് ഈ ഫതഹാണ് വിവക്ഷ എന്ന് വെക്കുമ്പോൾ ഈ ഫതഹ് അല്ലാഹുവിന്റെ ഫത്താഹ് എന്ന ആ പദത്തിന്റെ അകത്തുൾക്കൊള്ളുന്നതായ വിശാലമായ അനുഗ്രഹത്തിലൂടെ ലഭിച്ചതാണ് എന്നതാണ് പറഞ്ഞു വരുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, അതിനെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പലയിടങ്ങളിൽ പല ശൈലി പറയുന്നത് കാണാം. إنا فتحنا لك فتحا مبينا وأخرى تحبونها نصر من الله وفتح قريب إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فأنزل السكينة عليهم وأثابهم فتحا قريبا. ഇങ്ങനെയുള്ള ഫതഹുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ഫതഹ് ആ വിശാലമായ ഫതഹ് മക്കക്ക് മുമ്പ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കളമൊരുക്കി വെച്ചതായ ശൈലിയിലേക്കുള്ളതായ സൂചനയാണ്.